നമസ്തേ ടു ഓൾ ആൻഡ് വെൽക്കം ബാക്ക് ടു ഇഷ സ്പൈസി ടെസ്റ്റിബിൾ. ചക്ക ധാരാളം കിട്ടുന്ന സമയമാണ്. ചക്കയുടെ ഏത് ഭാഗവും കൂടി നമ്മൾ കഴിച്ചാൽ അത്രയ്ക്ക് ഗുണകരമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ നമ്മുടെ കിച്ചണിൽ ചക്കയുടെ കൂഞ്ഞിയുടെ തോരൻ തയ്യാറാക്കിയാലും മസാല കൂട്ടാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത്. ഈ ഒരു രീതിയിൽ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും. സോ റെസിപ്പി എല്ലാവരും സ്കിപ്പ് ചെയ്ത് കണ്ടുള്ളൂ. കണ്ടതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നിട്ട് അറിയിക്കാൻ മറക്കല്ല. കൂടാതെ ഇതിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു അടിപൊളി റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയിട്ട് വരാം. ചക്കയുടെ കൂഞ്ഞി തോരൻ തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു 2 പീസസ് ഓഫ് കൂഞ്ഞി എടുത്തിട്ടുണ്ട്. ഇതുപോലെ എടുത്തതിന് ശേഷം കുറച്ച് ചക്കക്കുരുവും കൂടെ നമ്മൾ എടുത്തിട്ടുണ്ട്. ചെറിയ തീരെ നൈസായിട്ടുള്ള പീസസ് ആക്കി നമ്മൾ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. വെളിയിലത്തെ വൈറ്റ് ഭാഗം മാത്രം റിമൂവ് ചെയ്തതിന് ശേഷം റെഡ് ഭാഗം അതേപടി വെച്ചിട്ട് ക്യൂബ്സ് ആക്കി കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു കൂഞ്ഞി ഒന്ന് ചെറുതായിട്ട് അതേ സെയിം വലുപ്പത്തിൽ ഒന്ന് ചെറിയ പീസസ് ആക്കി നമുക്ക് ഒന്ന് ഞുറുക്കിയെടുക്കാം. ഈ ഒരു സൈസിലാണ് ഞാനിവിടെ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഇതുപോലെ എല്ലാം ചെയ്തതിന് ശേഷം ഒരു ബൗളിലോട്ട് വെള്ളത്തിൽ ആവശ്യമനുസരിച്ച് വെള്ളം ചേർത്ത് ഇതുപോലെ ഒന്ന് വാഷ് ചെയ്തെടുക്കാം. വാഷ് ചെയ്തതിന് ശേഷം നമുക്ക് പ്ലേറ്റിലോട്ടൊന്ന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കൊരു കടായി എടുക്കാം. കടായി അല്ലെങ്കിൽ ഒരു ബൗളോ എന്തെങ്കിലും ഒരു പാത്രം എടുക്കാം. വെസലെടുത്തതിന് ശേഷം ആവശ്യമനുസരിച്ച് വെള്ളം ചേർത്തതിന് ശേഷം നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ചക്കക്കുരുവും കഴുകി വെച്ചിരിക്കുന്ന ആ കൂഞ്ഞിയും കൂടെ നമുക്ക് ഈ ഒരു വെള്ളത്തിലോട്ട് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് അടുപ്പത്ത് വെച്ച് ഇത് നല്ലൊരു ബോയിൽ വരുന്നുണ്ട്. അതായത് നമ്മുടെ ചക്കക്കുരും കൂഞ്ഞിയും കൂടെ നല്ലൊരു ബോയിൽ ആയി വെന്ത് വരുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് കൊടുക്കാം. ലിറ്റിട്ട് ക്ലോസ് ചെയ്ത് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ചക്കക്കുരും കൂഞ്ഞിയും നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്കൊരു സ്ട്രെയിനർ ഉപയോഗിച്ച് നമ്മുടെ ചക്കക്കുരും കൂഞ്ഞിയും കൂടെ നമുക്ക് ഒന്ന് എടുക്കാം. ഞാനിത് ചെക്ക് ചെയ്ത് കാണിക്കാം കേട്ടോ. അതാ ഈ ഒരു രീതിയിലാണ് നമ്മൾ വേവിച്ചെടുത്തിരിക്കുന്നത്. നമുക്ക് പ്ലേറ്റിലോട്ട് ഒന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കാം. ഇനി നമുക്കൊരു കടായി എടുക്കാം. കടായിലോട്ട് ഞാനൊരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്കിതിലോട്ട് ഒരു ചെറിയ പീസ് പട്ട ആഡ് ചെയ്യാം. പട്ട ആഡ് ചെയ്യുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ്. ഒരു കുഞ്ഞ് ബേ ലീവ്സും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ബേ ലീവ്സും കൂടെ നന്നായിട്ടൊന്ന് വഴണ്ട് വന്നതിന് ശേഷം നമുക്കിതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകവും ആഡ് ചെയ്യാം. പെരിഞ്ജീരകം ഒന്ന് പൊട്ടി വന്നതിന് ശേഷം ഇവിടെ ഒരു മീഡിയം സൈസ് സവോള ഞാൻ തീരെ നൈസായിട്ട് ഞുറുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അതും കൂടെ ആഡ് ചെയ്തതിന് ശേഷം ഒരു പച്ചമുളക്, നിങ്ങളുടെ എരിവ് നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് ആഡ് ചെയ്തോളൂ. ഞാനിവിടെ ഒരു പച്ചമുളക് നൈസായിട്ട് ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്ത് ആഡ് ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് സവോള എല്ലാം ഒരു ഗോൾഡൻ ഷെയ്ഡ് ആവുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്ക് ഈ കൂട്ടത്തിൽ തന്നെ കുറച്ച് കരിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് അതും കൂടെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യമനുസരിച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് ആഡ് ചെയ്തതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിലോട്ട് 1 ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റും കൂടെ ആഡ് ചെയ്ത് അതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്ക് മസാലകൾ ആഡ് ചെയ്യാം. അതിനായിട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം. ഞാനിവിടെ 1 ടീസ്പൂൺ മുളക് പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. എരിവ് നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് ആഡ് ചെയ്തിടൂ. അതിനുശേഷം ഒരു 2 ടേബിൾ സ്പൂൺ നമ്മുടെ മല്ലിപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഞാൻ ചിക്കൻ മസാല, ഒരു 1/4 ടീസ്പൂൺ നമ്മുടെ ഗരം മസാലയും കൂടെ ആഡ് ചെയ്ത് മസാലകളുടെ പച്ചമണം മാറുന്നിടം വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. മസാലകളുടെ പച്ചമണം മാറിയതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ആ കൂഞ്ഞിയും ചക്കക്കുരുവും നമുക്ക് ഇതിലോട്ടൊന്ന് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മസാലകളെല്ലാം നന്നായിട്ടൊന്ന് മിക്സായി വരുന്നിടം വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. മിക്സ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒരുമിച്ചൊന്ന് കൂട്ടി വെച്ച് കൊടുക്കാം. കൂട്ടി വെച്ചതിന് ശേഷം നമുക്കിതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ നമുക്ക് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കാം. മസാലകളെല്ലാം നന്നായിട്ട് കൂഞ്ഞിലും ചക്കക്കുരുവിലോട്ടും ഒന്ന് പിടിച്ചു വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 2 ടേബിൾ സ്പൂൺ വെള്ളം ചേർക്കുന്നത്. ലിറ്റിട്ട് ക്ലോസ് ചെയ്ത് ഒരു 5 മിനിറ്റ് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. ആ സമയം കൊണ്ട് നമുക്ക് നാളികേരം ഒന്ന് ചതച്ചെടുത്താലോ. ഒരു മിക്സി ജാറിലോട്ട് 1 കപ്പ് നാളികേരം ചേർത്ത് കൊടുക്കാം. നാളികേരം ചേർത്തതിന് ശേഷം ഒരു 1/2 ടീസ്പൂൺ നമ്മുടെ പെരിഞ്ജീരകവും കൂടെ ആഡ് ചെയ്ത് ലിറ്റിട്ട് ക്ലോസ് ചെയ്ത് ഒന്ന് ചതച്ചെടുക്കാം കേട്ടോ. ഈ ഒരു രീതിയിൽ നമ്മൾ ചതച്ചെടുത്തിട്ടുണ്ട്. നല്ല ഫൈനും അല്ല, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്താണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഈ ഒരു മസാല നമുക്ക് മാറ്റി വെക്കാം. ലിറ്റ് ഓപ്പൺ ചെയ്ത് നമ്മുടെ കൂഞ്ഞി നന്നായിട്ടൊന്ന് ചെക്ക് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തോളൂ കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും ഒന്ന് തട്ടിപ്പൊട്ടി വെച്ച് നമുക്ക് ലിഡിട്ട് ക്ലോസ് ചെയ്ത് വീണ്ടും ഒരു 2 മിനിറ്റ് ഒന്ന് കുക്ക് ആവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. 2 മിനിറ്റിന് ശേഷം നമുക്ക് ലിഡ് ഓപ്പൺ ചെയ്യാം. നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ കൂഞ്ഞിയും ആ ചക്കക്കുരു മസാലകളിൽ നന്നായിട്ടൊന്ന് യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം ഞാനിവിടെ ചെറിയ പീസസ് ആക്കി നമ്മുടെ നാളികേരം ഒന്ന് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. നാളികേരം നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ ആഡ് ചെയ്തതിൽ കുഴപ്പമില്ല കേട്ടോ, സ്കിപ്പ് ചെയ്തോളൂ കേട്ടോ. ഇനി നമുക്ക് ഇതിലോട്ട് ചതച്ച് വെച്ചിരിക്കുന്ന നാളികേരം ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ആ നാളികേരവും മസാല എല്ലാം നന്നായിട്ട് യോജിച്ച് വരുന്നിടം വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
ഇനി നമ്മുടെ നാളികേര മസാലയിലോട്ട് ഒന്ന് പിടിച്ച് വരാൻ വേണ്ടിയിട്ട് ലിറ്റിട്ട് ക്ലോസ് ചെയ്ത് ഒരു 2-3 മിനിറ്റ് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഏകദേശം ഒരു 2-3 മിനിറ്റിന് ശേഷം നമുക്ക് ലിറ്റ് ഓപ്പൺ ചെയ്ത് നോക്കാം. പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ ഈ ഒരു മസാലക്കൂട്ട്, അതായത് നമ്മുടെ കുഞ്ഞി മസാലക്കൂട്ട് റെഡിയാണ്. ഏകദേശം ലാസ്റ്റ് ഒരു ഭാഗം ആകുമ്പോഴത്തേന് ഒരു 1/4 ടീസ്പൂണും ഗരം മസാലയും കൂടെ ആഡ് ചെയ്യാം. കുറച്ച് മല്ലിക്കൊത്തും കൂടെ ചോപ്പ് ചെയ്ത് അതും കൂടെ ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു നമ്മുടെ ചക്കക്കുരു കുഞ്ഞി മസാലക്കൂട്ട് ഇവിടെ റെഡിയാണ്. ഈ ഒരു കൂട്ട് മാത്രം മതി നമുക്ക് ധാരാളം ചോറ് കഴിക്കാം കേട്ടോ. ഈവൻ നമുക്ക് ഇത് ചപ്പാത്തിയുടെ ഒപ്പം കൂടെ കഴിക്കാം കേട്ടോ, അത്രയ്ക്ക് ടേസ്റ്റിയാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ ഈ ഒരു ചക്കക്കുരു മസാലക്കൂട്ട്, അതായത് ചക്കക്കുരു കുഞ്ഞി മസാലക്കൂട്ട് ഇവിടെ റെഡിയാണ്. സർവിങ് ബൗളിലോട്ട് ഒന്ന് സെർവ് ചെയ്തേക്കാം കേട്ടോ. ചൂട് ചോറിൻ്റെ ഒപ്പം അല്ല ചമ്മന്തിയും നമ്മുടെ ഈ ഒരു നാടൻ രീതിയിൽ തയ്യാറാക്കിയിരിക്കുന്ന ഈ ഒരു ചക്കക്കുരും കുഞ്ഞി തോരനുണ്ടെങ്കിൽ ധാരാളം ചോറ് കഴിച്ചു കേട്ടോ. അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തന്നെ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും ഫാമിലി മെമ്പേഴ്സിനും റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. ഇതുപോലെ നല്ല നല്ല റെസിപ്പിയും ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഇഷ സ്പൈസി ടെസ്റ്റിവൽ ചാനൽ ഒന്ന് ഫോളോയും സബ്സ്ക്രൈബും കൂടെ ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ അടുത്ത നല്ലൊരു റെസിപ്പിയും കൊണ്ട് വരുന്നിടം വരെ എല്ലാവരും സ്റ്റേ ട്യൂൺ, ബി ഹാപ്പി ആൻഡ് കീപ് സ്മൈലിംഗ്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ബൈ.